ഓക്കെ. പിന്നെ അതന്നെ ഫുഡിന്റെ. പണ്ടൊക്കെ ഉറങ്ങി എണീക്കുമ്പോ തന്നെ ഭയങ്കര ലെത്താജിയാ. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ, ഫാമിലിക്കൊക്കെ കൊടുക്കണമല്ലോ, കിച്ചണ് കാണുമ്പോ തന്നെ അങ്ങോട്ടേക്ക് പോവാൻ തോന്നൂല അങ്ങനത്തെ. പക്ഷെ ഇപ്പൊ ഞാൻ നല്ല ഉഷാറായിട്ട് എണീച്ച് അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കുറച്ച് ഫാസ്റ്റും ആയിന്. എല്ലാം പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി വീട്ടിലെ പണിയും എല്ലാം നല്ല മാറ്റമുണ്ട് ദിവിഷ. എനിക്ക് വെയിറ്റ് ലോസ് അത്ര വന്നിനോന്ന് അറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ബോഡി നല്ല ലൂസായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം, എനിക്ക് എന്റെ ലൈഫിൽ ഇതുവരെ ഇതാക്കാത്ത എന്റെ പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വന്നു. 28 ഡേയ്സിൽ വന്നു. 5 ഡേയ്സിനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. മറ്റേത് എനിക്ക് 2 വീക്സ് വരെ ലേറ്റ് ആവും, എപ്പോഴും ലേറ്റ് ആവും. പിന്നെ എനിക്ക് 9 ഡേയ്സ് വരെ നിൽക്കും. അപ്പം വല്ലാതെ ഒരു മര്യാദക്ക് ഫ്ലോ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുണ്ടായി. അത് ഇപ്രാവശ്യം പെർഫെക്റ്റ് ആയി. ഇതുവരെ എനിക്കിപ്പോ 36 ഇയേഴ്സ് ആയി, ഇതുവരെ എനിക്ക് അങ്ങനെ ആയിട്ടില്ല. അത് ഭയങ്കര ഒരു മിറക്കിൾ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് വെരി എഫക്റ്റീവ് ദിവിഷ, ആൻഡ് ഓൾ താങ്ക്സ് ടു യു, ഓൾ ക്രെഡിറ്റ് ടു യു. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും ഇപ്പൊ കിട്ടിയ സാധനം ഇല്ലേ, നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഈ ഒരു റിസൾട്ട്, ഇത് നമ്മൾ കുറച്ച് അല്ലെ, നമ്മൾ റിസൾട്ട് അല്ല ഫോക്കസ് ചെയ്യുന്ന, കുറച്ചുകൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഉണ്ടല്ലോ, തൈറോയ്ഡ്, നമുക്ക് PCOD ഇഷ്യൂ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, അതും കൂടെ ഞാൻ ഒരാളും കൂടെ അഡ്മിറ്റ് ചെയ്യട്ടെ. അതും കൂടെ ഇതില് കവർ ആവും. 3 മാസം സെറ്റ് ആക്കി എടുത്താല്. വെയിറ്റ് എല്ലാം നോക്കുന്നത് അത്രയും സ്റ്റേബിൾ ആവണമെങ്കിൽ 3 മന്ത്സ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അത് നിങ്ങളുടെ ബോഡിയുടെ പാർട്ട് ആവും, നിങ്ങളുടെ റുട്ടീൻ സെറ്റ് ആവും. ഈ ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു എനർജി നിർത്താൻ പറ്റും. കാരണം പിന്നെ ജസ്റ്റ് എക്സസൈസ് മാത്രം കൊണ്ടുപോയത് റുട്ടീനിൽ ആഡ് ചെയ്താൽ മതി. ഈ വെള്ളവും എക്സസൈസും, ഫുഡ് നിങ്ങൾക്ക് എന്തും കഴിക്കാം. ആ ഒരു ലെവലിലോട്ട് നമ്മുടെ ബോഡി വരും ഓട്ടോമാറ്റിക് ആയിട്ട്. പിന്നെ ഈ PCOD എനിക്കില്ല, വേറെ എനിക്ക് PCODന്റെ ഇഷ്യൂ ഇല്ല, മൈഗ്രെയിൻ തന്നെ. പിന്നെ ഈ പീരിയഡ്സ് റെഗുലർ അല്ല, പക്ഷെ PCODന്റെ ഇഷ്യൂ ഇല്ല. പക്ഷെ എന്താ പറയാ, എനിക്ക് ഒന്ന് തോന്നിയ കാര്യം, ഇന്നലെ തന്നെ ഇപ്പം ഭക്ഷണം ഓഫ് റുട്ടീനായി. നമ്മൾ വിചാരിച്ച ഭക്ഷണം എല്ലാം കിട്ടിയേ. അപ്പൊ അതൊരു മെന്റൽ ഫീലിംഗ് ആണോ എനിക്ക് അറിയില്ല. പക്ഷെ അപ്പൊ തന്നെ എന്തോ കയ്യിൽ നിന്ന് പോയ പോലെ ഒരു അങ്ങനെയില്ലേ നമ്മൾ ആ അത് ഒരു. നമുക്ക് തോന്നിയതാ. അത് നമ്മള് അയ്യോ നമ്മള് കുറച്ച് ഇത് ചെയ്തിട്ട് ഇതുവരെ ചെയ്ത എഫേർട്ട് പോയി പോകുന്നുള്ളൊരു ഫീലിംഗ് അങ്ങനത്തെ ആണ്. ഒരു സങ്കടം, അതാണ്. ഒരു ഇതുപോലെ. അതാണ്. അത് പ്രശ്നമാക്കണ്ട. കാരണം അത് നമ്മളൊരു തോന്നല് മാത്രമാണ്. കാരണം അങ്ങനെ ഒന്നും സംഭവിക്കൂല. നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യം റിസൾട്ട് നമ്മുടെ ബോഡിയിൽ ഇരിക്കുക. ഇനി അങ്ങോട്ട് പുതിയതായിട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്താൽ മതി. വേറൊരു ഇഷ്യൂ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഈ വെള്ളം കുടിക്കുന്നുണ്ട് നല്ലോണം, പക്ഷെ അത് അത്രയും ബാത്റൂമിലും പോകുന്നുണ്ട്. അങ്ങനെ തന്നെ അങ്ങനെ അത് 2 വീക്സ് ഇപ്പോഴും അങ്ങനെ തന്നെ സെയിം ആണോ? ബോഡി എത്രയായി? റീറ്റെയിൻ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ കുടിക്കുന്ന വെള്ളം ബോഡി റീറ്റെയിൻ ചെയ്യാത്ത പോലെ, അങ്ങനെ ബാത്റൂമിൽ പോകുന്ന അറ്റ് എ പോലെ ടൈം തോന്നുന്നു. എത്ര വെള്ളമാണ് കുടിക്കുന്നത് ഒരു സമയത്ത്? എത്ര ml ആയിരിക്കും ഏകദേശം? ഞാനിത് നോർമൽ കപ്പാണോ, ടീ കപ്പാണോ, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കുപ്പിയിലൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ? ബോട്ടിൽ എടുത്ത് കുടിക്കല. അത് നമ്മള് ശരിക്കും ഇനി മുതല് ഒരു കവിള് വെച്ചിട്ട് അത് കുടിക്കാം. എന്നിട്ട് അടുത്തത് പിന്നെ കുടിക്കുമ്പോ അങ്ങനെ ചെയ്താൽ മതി. കുറെ കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി നമ്മൾ എത്ര കുടിപ്പം, ഒരു ആൽമണ്ട്സിന്റെ കാര്യം തന്നെ നമ്മളൊരു 15 എണ്ണം എടുത്താല് ബോഡിക്ക് ചിലപ്പോൾ 8 ഗ്രാമാ വേണ്ടുള്ളെങ്കിൽ അവര് അത് മാത്രമേ എടുക്കുള്ളൂ, അതിന്റെ ബാക്കി വേസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇനി അങ്ങനെ ചെയ്ത് നോക്ക്. ഒരു കവിള് നിറച്ച് വെച്ചിട്ട് അത് മെല്ലെ മെല്ലെ കുടിച്ചു ചേർക്കുക. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ആകുമ്പോൾ വേണ്ടുന്നത് മാത്രം അത് ബോഡി യൂസ് ചെയ്യുകയും ചെയ്യും. ഒറ്റത് കുടിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്നേ എടുക്കും. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ ബോഡിയിൽ വെജിറ്റബിൾസ് നിന്നൊക്കെ വെള്ളത്തിന്റെ കണ്ടന്റ് കിട്ടുന്നുണ്ട്, ഫുഡൊന്നും കറിയൊന്നും എല്ലാത്തിനും കിട്ടുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് ബാക്കിയുള്ളത് അവരും കളയുന്ന. അങ്ങ് ശരിയായിക്കോളും. പിന്നെ ഷഫീന് എന്താ അവസ്ഥ? റംലത്ത, അത് ഞാൻ ചോദിക്കാൻ വിട്ടു. നമുക്ക് ഇത് ബാക്ക് പെയിൻ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അല്ലേ, പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് അല്ലേ? അതെന്താ ചെയ്യുന്നത്? അത് നമുക്ക് പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ചെറിയ രീതി എന്തെങ്കിലും ഫിസിയോതെറാപ്പി എന്തെങ്കിലും തരത്തിലുള്ള ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മൂവ്മെന്റ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ബാക്ക് പെയിന് ഇല്ല. കിടന്നിട്ട് ഒരു കാല്
ഇല്ല അത് ഫസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അധികമായില്ലേ, അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യണ്ട ഇപ്പൊ. അതെ അതെ. കറന്റ് നമുക്ക് പെയിൻ ഉള്ള സമയത്ത് ഒരു തരത്തിലുള്ള മൂവ്മെന്റ് നമ്മൾ ചെയ്യൂല, എക്സസൈസോ കാര്യങ്ങളോ. അത് ഫുഡ് പിന്നെ അത് പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഒന്നും കൂടെ എന്റെ അടുത്ത് ഒരു MRI എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, പിന്നെ മെഡിറ്റേഷൻ മാത്രം ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ യോഗ അതെ. ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ. മെഡിറ്റേഷൻ മതി. നോർമൽ ബാക്ക് പെയിൻ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഡോക്ടേഴ്സ് പറയും. അപ്പൊ അല്ലാതെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ പെയിൻ ഉള്ള സമയത്ത് നമ്മൾ ഒരു തരത്തിലുള്ള എക്സ്പെരിമെന്റ് നടത്തൂല പൊതുവെ എന്നല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കുറച്ചുകൂടെ അധികം ഹെക്ടിക് ആവും കാര്യങ്ങളുടെ സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഉള്ള പൊസിഷനിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ് അല്ലേ. അപ്പം ഇതിന്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 5 days നമ്മൾ നോർമൽ ടേമറിക് ടീ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ അതിനേക്കാൾ അതെ ഇത് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട്. നമ്മൾ അത് ആ ഒരു 5 days എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടും. ആ പ്രിപ്പറേഷനും പോർഷനും ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്തിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വെറുതെ എടുത്തിടുമ്പം അതൊക്കെ മാറും. മനസ്സിലായോ? ആ മെഷർമെന്റ് തന്നെ സ്പൂൺ എടുത്ത് അളന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുമ്പോൾ കുറച്ചുകൂടെ നല്ല എന്താ പറയാ ക്വാളിറ്റിയിൽ അത് നമ്മുടെ ബോഡി എടുക്കുകയും ചെയ്യും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്നത്തെ ദിവസവും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഒരു 5 days ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായാലും എല്ലാവർക്കും ബോഡിയിൽ ഉണ്ടാവും. നജില വെയിറ്റ് ചെയ്തോട്ടോ ഇന്ന്. വേ ചെയ്തിട്ട് അറിയിക്കാം. ഓക്കെ. പിന്നെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പെട്ടെന്നൊരു പ്രഷർ, അത് കറക്റ്റോന്ന് അറിയില്ല, അത് അവർക്ക് ഡൗട്ടാണ്. അപ്പൊ അവര് പറഞ്ഞത് നടന്നു വന്ന് നോക്കിയത് കൊണ്ടോ ആയിരിക്കുമോന്ന് അറിയില്ല. അതേപോലെ ഇന്ന് പ്രഷറിന്റെ ചെക്കിങ്ങിന്റെ അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടണം എന്ന് വെച്ചിട്ട് പിന്നെ ഒരു കോള് വന്നിട്ട് ഞാൻ ഡിസ്കണക്ട് ആയി പോയതാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രഷറിന്റെ ചെക്കിങ് ആയാലും അല്ലെ, നിങ്ങൾക്ക് അറിയാലോ പ്രഷർ നമുക്ക് ഏത് സമയത്തും നമ്മുടെ വൈറ്റ് കോളർ BP എന്നൊരു സാധനം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. അപ്പം നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ട് തന്നെ ഒരു 15 മിനിറ്റ് എങ്കിലും റിലാക്സ് ചെയ്തിട്ട് വേണം മെഷീന്റെ അടുത്തേക്ക് നമ്മൾ റെഡിയായി അല്ലെ, ആ ഒരു സിറ്റുവേഷൻ ആംബിയൻസ് ഒക്കെ സെറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് അതെ ഉണ്ടാവാൻ ചാൻസ്. അത് റെസ്റ്റ് എടുത്ത് ചെയ്യണം. പക്ഷെ ഞാൻ കുറെ ടൈമില് പോയപാട് ചെയ്തില്ല. കുറെ സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. താഴെ ഫാർമസി പോയതാ. അതും നമ്മൾ നടന്നിട്ടൊക്കെ പോവല്ലേ, വണ്ടിയിൽ അതെ പോയി ഇറങ്ങിയിട്ട്. അപ്പൊ ആ ഒരു BP ഷൂട്ടപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളൊരു ഇതാക്കണം. നോർമലി കുറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളല്ലേ? അതെ, എനിക്ക് ഇതുവരെ അങ്ങനെ കൂടിയിട്ടില്ല, എപ്പോഴും കുറയലാണ്. പക്ഷെ എങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിരുന്നോ? ആദ്യം ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തോ തലയില് ഒന്നും ആരും പറയുന്നതും കേൾക്കാൻ പറ്റുന്നില്ല. തലക്കെന്തോ സംഭവിച്ച മാതിരി തലന്റെ ഉള്ളില്. അപ്പൊ ഇവരെല്ലാം എന്തെങ്കിലും സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു കുറച്ച് സമയം എന്നോട് സംസാരിക്കല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എന്താ അവസ്ഥ? ഇന്ന് കുഴപ്പം ഓക്കെയാണ്, അങ്ങനെ അത്ര ഇല്ല, കുറവുണ്ട്. അപ്പം അതങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് ഇനി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ 2 ദിവസം നിങ്ങളടുത്ത് മെഷീൻ ഉണ്ടോ, കയ്യിലുണ്ടോ വീട്ടില്? ഞങ്ങളുടെ അടുത്ത് ഉണ്ട്, പക്ഷെ അത് കറക്റ്റാണോന്ന് അറിയില്ല. അപ്പൊ ഇന്ന് ഞാൻ ചിലപ്പോ ഡോക്ടറെ അടുത്ത് പോകും. ഇവിടെ കുട്ടികൾ പോകുന്നുണ്ട് ഡോക്ടറെ അടുത്ത്. അപ്പം പോയിട്ട് അവിടുന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു അവിടെ തന്നെ ചെയ്യാൻ മതി. അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടുമല്ലോ. ഇന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഇവരെല്ലാം വന്നിട്ടുണ്ട്, മോളും മക്കളെ. എന്തായാലും നമ്മള് വീട്ടിൽ നിന്ന് എടുക്കുന്നതായാലും അല്ലെ, അതിന്റെ വ്യത്യാസം ഉണ്ട്. അവര് റീഡിങ് വ്യത്യാസം ഉണ്ടാവും. ഓരോ മെഷീനിലും ചിലപ്പോൾ വ്യത്യാസം കാണാൻ ചാൻസ് ഉണ്ട്. അതും ഉണ്ട് അല്ലേ. അതെ അതെ. നമുക്ക് ഡോക്ടേഴ്സിന്റെ അകത്താകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അക്യുറേറ്റ് വിശ്വസിക്കാൻ പറ്റും അത്. പിന്നെ നാട്ടിൽ പോയാലേ പിന്നെ ഡോക്ടറെ അടുത്തെല്ലാം പോകാൻ പറ്റൂ. ഇപ്പൊ ഇവിടെ നിന്നൊന്നും പറ്റൂല. അതെ. പിന്നെ അവിടെ മറ്റു പോയി കഴിഞ്ഞാല് കാര്യങ്ങളെല്ലാം ഡോക്ടറെ അടുത്ത് പ്രത്യേകം ബാക്ക് പെയിന്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് ശരിക്കും നമുക്ക് അറിയാലോ. എന്തെങ്കിലും അതെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യണ്ടൂ. വാക്കിംഗ് പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഞാൻ നടക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച്, അങ്ങനെ മെല്ലെ, അത്ര സ്പീഡിൽ നടക്കുന്നില്ല. മനസ്സിലായി. മെല്ലെ. ഉം. തീരെ ബെഡഡ് ആയിരുന്നല്ലേ ആ സമയത്ത് സ്റ്റാർട്ടിങ്ങില്? അതെ. ഇപ്പൊ 2-3 ദിവസമായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, 1-2 പ്രാവശ്യം ട്രാവൽ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇന്നലെ ഞാൻ പോയില്ല. ഇരിക്കുമ്പോ ചെറിയ അധികം. ഓക്കെ. അതെ. അപ്പൊ ഇരിക്കുമ്പോ പിന്നെ ഉറക്കം പ്രശ്നമാവുന്നു, രാത്രി ഉറക്കം കുറഞ്ഞില്ലേ, അത് കാരണമായിരിക്കും എനിക്ക് തോന്നുന്നു ഈ തലന്റെ പ്രശ്നം വന്നത്. ഞാൻ ഉറക്കം തന്നെ ഒരു വലിയ കാര്യമാണ് ഉറക്കത്തിന്റെ പ്രത്യേകിച്ചിട്ട്. അതേപോലെ ഷഫീനയുടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഈ പ്രാവശ്യം? മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഹലോ ആടാ. ഹലോ. പിന്നെ
വ്യത്യാസം എന്ന് പറയാ ഇല്ല, കറക്റ്റ് അതേ ഒരു കിലോ 68 മീൻസ് ഞാൻ ഇപ്പൊ നിങ്ങളിപ്പോ തുടങ്ങിയാലോ 68 68 തന്നെയുള്ള സ്റ്റക്ക. അതേപോലെ ഷെഫിന്റെ റൊട്ടീനൊക്കെ സെയിം അല്ലേ വരുന്നത്? സെയിം തന്നെയാ, പക്ഷെ വീക്കെൻഡ് ചതിച്ച് കളയും. അല്ല അത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെങ്കില് ഞാൻ പറയുന്നത് സെയിം റൊട്ടീൻ നമ്മളിപ്പോ സെയിം തന്നെ. ബോഡി അങ്ങ് അഡാപ്റ്റ് ചെയ്തില്ലേ, ഇനി ചേഞ്ചസ് കൊണ്ടുവരണം ഫുഡ്. അതെ, അത് ഇപ്പൊ വർക്ക്ഔട്ട് കുറച്ച് കുറഞ്ഞു പോയി. അപ്പൊ ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, തുടങ്ങി. പിന്നെ അപ്പൊ ഇനി അതിലേക്ക് പറ്റില്ല. പിന്നെ ഞാന് കുറഞ്ഞേനു, പക്ഷെ ഇന്നലെ കല്യാണ വീട്ടിലാന്ന്. ഒരു സെക്കൻഡ് എന്തോ പറയാറുണ്ട്, കല്യാണ വീട്ടിലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ബൈ പറയാൻ വന്ന് കേറിയതാ. ശരി, കൊറേ കാലായി കണ്ടിട്ട്. ഓക്കെ എന്നാ ശരി. ഇത് വരൂലെന്ന് പറഞ്ഞ ആളാണ്, വന്നിട്ട് സമാധാനം കണ്ടിട്ടായിരിക്കും വന്നത്. ഓക്കേടാ, പറഞ്ഞോ. അപ്പം പിന്നെ ഇനി എങ്ങനെയാ കുറക്കണ്ടെന്ന് അറിയില്ല. കൊറേ വർക്ക്ഔട്ട് ഇനിയും ചെയ്യേണ്ടി വരുവാ? ഇല്ല, വർക്ക്ഔട്ടിലല്ല. നിങ്ങൾ ഏതാ ഹിറ്റ് മോഡലാണോ ചെയ്യുന്നത്? എങ്ങനത്തെയാ ചെയ്യുന്നത്? ഞാന് പിന്നെ നിങ്ങൾ തന്ന ബെല്ലിന്റെതും പിന്നെ ഇപ്പൊ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനി ചെയ്യണ്ട, അത് ആ ആപ്പ് നമ്മള് എക്സ്പയർ ആയി. മീൻസ് അത് നിങ്ങളെ ബോഡി സിമ്പിൾ ആയിട്ട് എടുത്തു തുടങ്ങി. ഇനി നമുക്ക് HIIT മോഡലിലോട്ട് മാറണം. ഞാൻ വേറെ കാര്യം അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തുതരാം. അത് ചെയ്തിട്ട് അതിന്റെ പ്ലസ് ഫുഡിന്റെ പോർഷൻ ഒന്നും കൺട്രോൾ ചെയ്യണ്ട. ഫുഡ് ഓക്കെ ആണ്, പക്ഷെങ്കിൽ ടൈമിങ് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഇപ്പൊ 10 മണിക്കാണോ കഴിക്കുന്നത്? അതെ, 10 മണിക്ക്. ഇനി നോർമൽ റുട്ടീനിലോട്ടേക്ക് വരാം. നമുക്ക് സാധാരണ എല്ലാരും കഴിക്കുന്ന റുട്ടീനിലോട്ട് വരാം. നിങ്ങളുടെ വീട്ടിലുള്ള ടൈമിംഗ് ഇന്റർമീഡിയന്റ് ഒന്നും വേണ്ട. പിന്നെ അപ്പൊ കുറയുവോ? അത് കുറഞ്ഞോളൂ. അതേപോലെ തന്നെ ഷെഫിന് ജിമ്മിൽ പോകുന്ന ആളായിരുന്നോ? അല്ല, ജിമ്മല്ല, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ കുറച്ച് നേരം എക്സസൈസ് ചെയ്യും. അവിടെ മെഷീൻ ഉണ്ടോ നിങ്ങളുടെ ബിൽഡിങ്ങില്? ഇല്ല, വീട്ടിൽ നിന്ന് ഓരോ യൂട്യൂബിൽ നോക്കിയിട്ട് എക്സസൈസ് ചെയ്യലാണ്. ഓക്കെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ് ആണ് അത്. അതിപ്പോ പക്ഷെ പറ്റൂലെങ്കിലും ഇതുണ്ട്, മറ്റേ വെയിറ്റ്സ് ഉണ്ട്. ഡംബൽസ് ഉണ്ടോ? അതൊക്കെ ഉണ്ടോ? അപ്പൊ നമുക്ക് അങ്ങനത്തെ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പേഴ്സണലി കണക്ട് ചെയ്യാം. പിന്നെ വിദ്യ എന്താ ഹാല്, എന്തെല്ലാം അവസ്ഥ? നമ്മൾ ഐഡിയൽ വെയിറ്റ് എത്തിയില്ലേ? വെയിറ്റ് എത്തിയില്ലേ? ഇനി ഡയറ്റ് ചെയ്യണോ? എന്താ അവസ്ഥ? ഇനി എന്തിനാ കുറഞ്ഞില്ലാതായിട്ട് എന്റെ വീട്ടുകാർ എന്നെ ചീത്ത പറയാനാണോ? എല്ലാരും പറയാൻ തുടങ്ങി. അല്ല ഓക്കെയാണ്. പിന്നെ ഇനി ഞാൻ ഡയറ്റിൽ ചേർക്കൂല കേട്ടോ. ഇവിടുന്ന് ശരിക്കും പോവണം പുറത്തേക്ക്, എന്നിട്ട് പുതിയ ആൾക്കാർ വരട്ടെ. അല്ല എങ്ങനെ പോകുന്ന? പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇപ്പൊ നോർമൽ റൂട്ടീൻ എക്സസൈസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഭക്ഷണം നോർമൽ എല്ലാരും കഴിക്കുന്ന ഫുഡ് കഴിക്കുക. എക്സസൈസിൽ വേരിയേഷൻസ് കൊണ്ടുവരിക. ഒരു 20 മിനിറ്റ് നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഫുഡിൽ കോംപ്രമൈസ് ചെയ്യണ്ട കേട്ടോ. ആവശ്യത്തിന് ഭക്ഷണമൊക്കെ ഇതുവരെ അങ്ങനെ തന്നെയാ പോകുന്നല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ 3 ആൾക്കാർ ഇവിടുന്ന് ശരിക്കും ഐഡിയൽ വെയിറ്റ് എത്തിയിട്ട് പോവും. 3 ആള് ഒഴിവായിട്ടുണ്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക വേണ്ടത്. നിങ്ങൾ പിന്നെയും വണ്ണം വെച്ച് നോട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നത് വർക്ക്ഔട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. ഫുഡിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണ്ട, വർക്ക്ഔട്ട് മാത്രം. ഓക്കെ. പിന്നെ വേറെന്താ ഇവിടുത്തെ അപ്ഡേഷൻസ് എന്താ? ഇതിന്റെ ക്ലാസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ എടുത്തിട്ടില്ല. ഇല്ല, ആൾക്കാർ അത് ശരിയാവുന്നുണ്ടാവില്ല അല്ലേ? സൺഡേസിലാന്ന് തോന്നുന്നു. ഇല്ല, അത്ര ആൾക്കാർ ചേർന്നിട്ടില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ട്, അതിനിപ്പോ ജൂണിൽ ചിലപ്പോ തുടങ്ങുമായിരിക്കും. ഓക്കെ. എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. നമുക്ക് അല്ലേ? വേറെ എന്താ പറയാൻ വന്നേ? ഞാൻ ഇടയ്ക്ക് കയറി ഇപ്പൊ ഒരാഴ്ചക്കുള്ളിലൊരു 500 ആദ്യം കുറഞ്ഞു. ആണല്ലേ? ഇനി നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം കേട്ടോ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോന്ന്. വൈറ്റമിൻ ഡി നോക്കുക. അതേപോലെ തന്നെ തൈറോയ്ഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോളാം. ഒരു വർഷത്തില് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നല്ലതല്ലേ? അപ്പം ഒന്ന് ചെയ്തോളാം. ഈ ഒരു ജേർണി ഒക്കെ ചെയ്തതിന് ശേഷം ബോഡിക്ക് എന്താണ് വ്യത്യാസം വന്നതെന്നുള്ളത് അറിയണം നമ്മള്. അതെന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ അതും അറിയാൻ പറ്റും. ഒരു 6 മാസത്തിൽ ചെയ്യുന്നത് നല്ലതാ. നിർബന്ധമായിട്ട് ചെയ്യട്ടോ. വൈറ്റമിൻ ഡിയുടെ അയണിന്റെ മെഡിക്കൽ ചെയ്യാറുണ്ട്.
എല്ലാ ഓക്കെ. ടെസ്റ്റും ചെയ്യാം. ഇപ്പൊ കൊറേ ആയോ ചെയ്തിട്ട്? ഇപ്പൊ കുറേ ആയി ചെയ്തിട്ട്. ഒന്ന് ചെയ്യണം കേട്ടോ. അയണിന്റെ നോക്കണം. നമ്മള് പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ ഡി നോക്കണം. പിന്നെ ലിവർ ഫംഗ്ഷൻ ഒക്കെ ഒന്ന് നോക്കിക്കളാം. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഇനി കുറേ കാലത്തേക്കുള്ള ഒരു കാര്യല്ലേ. 6 മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യണം കേട്ടോ. പറ്റുവാണെങ്കിൽ പീരീഡ്സ് ഒക്കെ നോർമൽ ആണോ? പീരീഡ്സ് ഒക്കെ നോർമലായി. ഓക്കെ. അതായിരുന്നു എന്റെ ഏറ്റവും പ്രശ്നം. അത് നോർമലായി അല്ലേ? അതിന് ഭയങ്കര സന്തോഷം. ഇവിടെ ഇപ്പൊ നജ്ലയും പറഞ്ഞു പീരീഡ്സ് ഒക്കെ നോർമൽ ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ മുടി അതായത് മുടി കൊഴിച്ചല് കൊഴിച്ചിൽ ഭയങ്കരായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. വൈറ്റമിൻ ഡി ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ദിവസ അതുപോലെ അനക്കുണ്ട്. ഡയറ്റ് എടുക്കുന്ന ഇപ്പൊ തുടങ്ങിയിട്ട് ഭയങ്കര മുടി കൊഴിച്ചില് നല്ലോണം. അതിന് ഏറ്റവും പറയണോന്ന് വിചാരിച്ചില്ലേ. നമ്മള് പിന്നെ പയറ് മുളപ്പിച്ചതാണ് അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന സാധനം. ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ പ്രോട്ടീൻ ആണ് സംഭവം. പയറ് മുളപ്പിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനും, വേവിച്ച് കഴിഞ്ഞാല് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഫൈബറും, വേവിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനും ആയിട്ട് മാറും. അപ്പം ഇത് രണ്ടും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നല്ലതാ. അതുപോലെ ആൽമണ്ട്സ് കഴിക്കാറില്ലേ? ഷെഫിനെ കഴിക്കാറില്ലേ? ഉണ്ട്, കഴിക്കാറുണ്ട്. വാൾനട്ട് എല്ലാ ഡയറ്റില് പിന്നെ ഉൾപ്പെടുത്തലുണ്ട്. പിന്നെ പയറ് മുളപ്പിച്ചന്നെ ഞാൻ ഇടക്കിടക്ക് പിന്നെ മറ്റേ കടല മുളപ്പിക്കും, പിന്നെ മറ്റേ കിഡ്നി ബീൻസ് മുളപ്പിക്കലുണ്ട്. അതെല്ലാം മുളപ്പിച്ചിട്ട് ഞാൻ തന്നെ സാലഡ് ആക്കിയിട്ട് തിന്നലുണ്ട്. ഓക്കെ. ഇത് പറയും പോലെ മുരിങ്ങയില ഭയങ്കര നല്ലതാ. കറിവേപ്പില നമ്മളെ ഫുഡില് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലങ്ങ് ഓട്സിന്റെ ദോശയൊക്കെ ഉണ്ട് കയ്യിലിട്ടിട്ട് അങ്ങ് അരച്ചാളയാം. വെറുതെ കാണുമ്പോൾ നമ്മുടെ എടുത്ത് കളഞ്ഞു പോകല്ലോ. അത് നമുക്ക് ഉള്ളിലോട്ട് എത്തണം. അല്ല, നിങ്ങൾക്ക് ചില ആൾക്കാർ ലെവൻ ഉണ്ടാക്കുമല്ലോ, മോരും വെള്ളം ഉണ്ടാക്കുമല്ലോ, അതിൽ കുറച്ച് അധികം ഇട്ടിട്ട് അരക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആഴ്ചക്ക് 2 ദിവസമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. എരിവ് ചേർക്കണ്ട അധികം. കറിവേപ്പില നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ ഈ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ സ്നാക്ക് ആയിട്ട് തിന്നാൻ പറ്റുമോ വേവിച്ചിട്ട്? തീർച്ചയായിട്ടും പറ്റും. പക്ഷെങ്കില് എന്താ പറയാ, അതിന്റെ കൂട്ടത്തില് റെക്കമെൻഡ് ചെയ്യുന്നത് ചെറിയുള്ളി വെച്ചിട്ടുള്ള ആ ചട്നി ഇല്ലേ, നമ്മൾ ചെറിയുള്ളി ചതച്ചിട്ട് കാന്താരി മുളകും കുറച്ച് എണ്ണയൊക്കെ ഇട്ടുള്ള അത് കഴിക്കുമ്പോഴാണ് അതിന്റെ കോമ്പിനേഷൻ. അല്ലെ ചിക്കന്റെ കൂടെ അങ്ങനെ എനിക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഇത് നല്ലതാ. ചെറിയുള്ളി നമുക്ക് അന്നത്തെ ദിവസം ബോഡിയിൽ എത്തുന്നത് നല്ലതാ. ഒരു കോംബോ. എന്ത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തോ കേട്ടോ വിദ്യ, ഹെയറിന്റെ കാര്യത്തില്. അതേപോലെ ഇതുണ്ടോ, ഫ്ലാക്സ് സീഡ്സ് ഇല്ലേ? ഫ്ലാക്സ് സീഡ്സ് നമ്മള് ഒരു ഗ്ലാസ് വെള്ളത്തില് പൊടിച്ചിട്ട് ഒരു 4 ദിവസം കൂടുതൽ കുറെ പൊടിച്ച് വെക്കരുത്. അത്രേ വേണ്ടുള്ളൂ. കുറച്ച് അതിലൊരു ടീസ്പൂൺ എടുത്തിട്ട് കലക്കിയിട്ട് നമ്മൾ നോർമൽ വെള്ളം കുടിച്ചാൽ മതി. ലെമൺ ഒന്നും ചേർക്കരുത് കേട്ടോ. ലെമൺ എനിക്ക് കഴിക്കണ്ട കേട്ടോ. ലെമണിന്റെ ബോഡിയിലോട്ട് കുറെ എത്തിക്കഴിഞ്ഞാലും ഷെഫിന അതും ശ്രദ്ധിക്കണം കേട്ടോ. ലെമൺ ഇനി അങ്ങനെ നമ്മൾ കൊടുക്കണ്ട. സാലഡില് അങ്ങനെ എന്തെങ്കിലും കുറച്ച് വേണമെങ്കിൽ, അല്ലാതെ പ്രത്യേകിച്ച് ലെമൺ ആയിട്ട് കുടിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. കുറെ ലെമൺ അങ്ങ് ഉള്ളിൽ എത്തുമ്പോഴും ഈ പ്രശ്നം കാണുന്നുണ്ട് ബോഡിയില്. ഓക്കെ. വേറെ എന്തേലും? ശരി എന്നാ. താങ്ക് യു. പിന്നെന്താ? പിന്നെ ലൈല എന്തേലും പറയാനുണ്ടോ? ഹലോ, ഇവിടെ ഉണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടടാ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഞാനിപ്പോ ജോയിൻ ചെയ്തതാ, റീജോയിൻ ചെയ്തു. ആണല്ലേ? മനസ്സിലായി. എനിക്ക് തോന്നുന്നു ക്ലിയർ ഇല്ല എന്നുള്ളത്. ഇത് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, ഒന്ന് അപ്ഡേറ്റ്സ് എടുക്കാന്ന് വെച്ചിട്ട് കയറിയതാട്ടോ. നമുക്ക് രാത്രിയിൽ സെഷൻ വെക്കുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് ആൾക്കാർക്ക് അല്ലേ? അതെ. അപ്പൊ ഇടയ്ക്ക് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. പിന്നെ ഈ മൺഡേ മുതൽ, അതായത് ഡേ 1 ആയിട്ടാണ് അത് എന്താ പറയാ, ജസ്റ്റ് ഒരു 5 ഡേയ്സും കൂടെ എക്സ്ട്രാ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ഭയങ്കര സംഭവമല്ല. അതിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഷെഫീന, ഞാൻ ഹിറ്റിന്റെ വർക്ക്ഔട്ട് ഞാൻ അഥവാ അയച്ചിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം കേട്ടോ. ഓക്കെ. അതേപോലെ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു ദിവസമാണ്. എന്റെ ലൈഫിൽ സംഭവിച്ച ഒരു ഭയങ്കര ദുഃഖകരമായ ഒരു ദിവസമാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ
പറഞ്ഞതുകൊണ്ട് മാത്രം ജോയിൻ ചെയ്തു. എന്റെ അമ്മയുടെ അമ്മ മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ. ഇവിടുന്ന് എന്തായാലും അതെയാ ആ സമയത്താണ് എഴുന്നേറ്റ് കുളിച്ച് ജസ്റ്റ് ഇവിടെ വന്നിരുന്നതാ. എന്നാ പിന്നെ ക്യാൻസൽ ചെയ്യായിരുന്നില്ലേ? ഇല്ല പറഞ്ഞാ അങ്ങനെയല്ല. മതിയായിരുന്നു. ഇല്ല കുഴപ്പമില്ല. അത് നമ്മളിപ്പം അങ്ങനെ വിഷമത്തോടെ കാണണ്ടല്ല, മീൻസ് അത് സംഭവിക്കേണ്ട എന്തായാലും സംഭവിക്കുമല്ലോ. അപ്പൊ നമ്മള് ഞാൻ ജസ്റ്റ് നിങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ്. നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഇവിടെയല്ലേ ഉള്ളത്. കുറച്ച് സമയം പ്രാർത്ഥിച്ചു, അത് തന്നെ. നമ്മളിവിടെ നിൽക്കുമ്പോ പോകുന്നു നാട്ടില് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 27th പോകുന്നത്. അല്ല, ആള് കുറെ ആയിട്ട് വെന്റിലേറ്ററിൽ കിടക്കുമായിരുന്നു. മീൻസ് അതുകൊണ്ട് നമുക്ക് അറിയാം എന്തോ എപ്പോഴും സംഭവിക്കാന്നുള്ളത്. അപ്പം പ്രായമുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു എപ്പോഴാണെന്നുള്ളത്. അപ്പൊ പ്രാർത്ഥിച്ചു, കുറെ സമയം പ്രാർത്ഥിച്ചു രാവിലെ മുതലേ. അതന്നെ. അപ്പം ചിലപ്പോ ഇങ്ങനെ എല്ലാരെയും കാണുമ്പോ ഒരു അതാണ് ഒരു മാറിയിട്ടുണ്ടോ? ചേഞ്ച് ആയല്ലോ. അപ്പം ഞാൻ അത് തന്നെയാ വിചാരിച്ചത്. നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങളല്ലേ അല്ലേ. നമ്മള് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പം സന്തോഷം. പക്ഷെ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം വരുന്നു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.